കാര്യം ഉടമ്പടി ഇന്ന് വരെയുള്ളതിൽ ഏറ്റവും ഉന്നതമായ മനുഷ്യരക്ഷാ പ്രവർത്തനത്തിൻ്റെ ദൈവിക നടപടിക്രമമാണത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ചില കാര്യങ്ങൾ ക്ഷമിച്ച് കളയണം, അല്ലെങ്കിൽ ഞരമ്പ് കിട്ടത്തില്ല. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നിങ്ങളോട് തന്നെയാണ് അപരാധം കാണിച്ചത്, ഒരു സംശയമില്ല. നിങ്ങളോട് തന്നെ അപരാധം കാണിച്ചത്, ഒരു സംശയമില്ല. അത് കണ്ടവരും വന്നവരും പോയവരും നിന്നവരും എല്ലാം നിങ്ങളോട് ചവിട്ടിക്കുട്ടിയാണ് പോയിരിക്കുന്നത്, ഒരു സംശയമില്ല. എല്ലാവരെയും മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരാളിൻ്റെ പേരിൽ, ഈ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്തവൻ്റെ പേരിൽ, അവൻ്റെ പീഡാനുഭവം കൊണ്ട് കൂട്ടിവെച്ചുകൊണ്ട് ഞാൻ യേശുക്രിസ്തു നേടാൻ വേണ്ടി എല്ലാം കുപ്പയായിട്ട് കരുതണമെന്ന് പറയാൻ നിർത്തിയായാൽ അപ്പോൾ ഉടമ്പടിയുടെ കൃപ കയറാൻ തുടങ്ങും, മരുന്ന് കയറാൻ തുടങ്ങും. യേശു ക്രിസ്തുവിനെ പ്രതി ഞാനെല്ലാം കുപ്പയായി കിടന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഫിലിപ്പി 3:8. ഫിലിപ്പി 3:8. എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പൊ നീ പകരം ചെയ്യാനിരിക്കുന്ന ആള്, പ്രതികാരം ചെയ്യാനിരിക്കുന്ന ആള് നിന്നോട് അങ്ങനെ ചെയ്തില്ലേ, എന്നെ ഇങ്ങനെ ചെയ്തില്ലേ, എൻ്റെ കുടുംബം തുലച്ചില്ലേ, എൻ്റെ കല്യാണം മുടക്കിയില്ലേ, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി തുലച്ചില്ലേ, ഇങ്ങനെ ഇല്ലേ എന്ന് ചോദിക്കുന്ന ഓരോ വ്യക്തിയെപ്പോഴും ഈ നോൻപ് കാലത്ത് ക്രിസ്തുവിൻ്റെ നാമത്തിലെ ഉച്ഛിഷ്ടം പോലെ വേസ്റ്റായിട്ട് കരുതണമെന്നാണ്. കാര്യം അറിയാവോ, കർത്താവ് എന്താ പറയണത്? ഇനി നീ അവൻ്റെ പേര് എന്നെ സ്വീകരിക്കാൻ വേണ്ടി അവനോടുള്ള വൈരാഗ്യം, വിദ്വേഷവും, വക്രതയും, വഞ്ചനയും എല്ലാം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നീയും വേസ്റ്റാകും, അവനും വേസ്റ്റാകും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എന്നെ പ്രതി അതെല്ലാം വേസ്റ്റായിട്ട് കരുതണം. വേസ്റ്റ് എന്ത് ചെയ്യും? കൊണ്ടേ കളയും, അല്ലെങ്കിൽ കത്തിച്ച് കളയും, അല്ലേ? വേസ്റ്റ് നമ്മൾ എന്താ ചെയ്യണത്? അപ്പം ക്രിസ്തുവിനെ പ്രതി നിങ്ങൾ കരുതി വച്ചിരിക്കുന്നത്, നിങ്ങളെ സങ്കടപ്പെടുന്ന വ്യക്തികളെ പൂർണ്ണമായിട്ട് നിങ്ങൾ എടുത്ത് കളയണം, വേണ്ടെന്ന് വെക്കണം. എന്നിട്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ്. അപ്പോൾ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നിൻ്റെ വൈരാഗ്യം, ശത്രുത, വിദ്വേഷം, പിന്നെ നിങ്ങളെ സുഖിപ്പിക്കുന്ന മദ്യപാനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മയക്കുമരുന്നോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ദൈവത്തിന് നിരക്കാത്ത ലൈംഗിക ബന്ധങ്ങളോ എന്തായാലും ശരി, അതെല്ലാം വേസ്റ്റായിട്ട് കരുതാൻ വേണ്ടിയാണ് നമ്മൾ കരിക്കുരിശിട്ടിരിക്കണം നെറ്റിക്ക്. വേസ്റ്റായിട്ട് കരുതിക്കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ടാണ്. കാര്യം അതെല്ലാം പൊടിയാണ്, അവസരം പൊടിയായിട്ട് മാറുക മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഇന്നു മുതൽ ഉടമ്പടി ബേണാകാൻ തുടങ്ങും, ഫയറാകാൻ തുടങ്ങും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ക്രിസ്തുവിന് നിരക്കാത്ത എല്ലാ അരൂപികളെയും ക്രിസ്തുവിനെ പ്രതി ഉച്ഛിഷ്ടം പോലെ കരുതുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകുന്നു ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ അനിത ടോമിയുടെ ചരിത്രം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? അനിത ടോമിയെ ഇറീന എന്ന് പറയുന്നൊരു പ്രേക്ഷിതയാണ്
കൃപയിലേക്ക് കൊണ്ടുവരണത്. പക്ഷേ അതിനേക്കാൾ വരി നമുക്ക് ചിന്തിക്കാനുള്ളത് അവരെ സൈക്കാട്രിസ്റ്റ് അവരെ സൈക്കാട്രിലോട്ട് വിട്ടതാണ്, ഡിപ്രഷനാണെന്നും പറഞ്ഞുകൊണ്ട്. അവർ ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇന്ന് കാണുന്ന നിലവാരത്തിലേക്ക് ഉയർന്നത്? എങ്ങനെയാണ്? അത് മെഡിക്കേഷൻ കൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു സാങ്കേതികമായ നൈപുണ്യം കൊണ്ടല്ല, മറിച്ച് എന്താണ്? അതായത് നമ്മളെ കഴിഞ്ഞ ദിവസം നമുക്ക് കണ്ടതാണ്. അതായത് നമ്മളിപ്പോൾ വെള്ളിയാഴ്ച ഉപവസിക്കുന്നവരുണ്ട്, ചൊവ്വാഴ്ച ഉപവസിക്കുന്നവരുണ്ട്, ഉടമ്പടി എടുക്കുക, അത് നോൻപിൻ്റെ ഉപവാസങ്ങൾ. ഉടമ്പടി എടുക്കുന്നവർ ബുധനാഴ്ച ഉപവസിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഉപവസിക്കേണ്ടത്. നോൻപിൻ്റെ ഉപവാസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് സാധാരണ കൂടുതൽ വരണത്. അപ്പോൾ എല്ലാ ദിവസവും പച്ചരിക്കറി തന്നെ ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട്, സഭയിൽ ഒത്തിരി പേരുണ്ട്. പക്ഷേ നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്യണത്. പക്ഷേ പ്രാർത്ഥനാ ജീവിതവും അതുപോലെ തന്നെ സുവിശേഷ സാക്ഷ്യ ജീവിതവും അതനുസരിച്ച് ക്രമീകരിക്കണം. കാര്യം നോൻപും ജീവിതവുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. പച്ചക്കറി കഴിച്ചാൽ മാത്രമാണ് നോൻപെങ്കിൽ ഈ ആടൊക്കെ നേരത്തെ സ്വർഗത്തിൽ പോകേണ്ടതാണ്, അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഇതാണ്.